ഹലോ എവരിവൺ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കെഡ്യൂളിങ്ങിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ ക്രോൺ ജോബ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്രോൺ ജോബ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കമാൻഡ് ഉണ്ട്. ക്രോൺ ടാബ് എന്നാണ് കമാൻഡിൻ്റെ പേര്. അതായത് CRON ടാബ് എന്ന് പറയുന്നൊരു കമാൻഡുണ്ട്. അത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ക്രോൺ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ലാസ്റ്റ് ഞാനൊരു വെബ്സൈറ്റും കൂടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാരണം ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ക്രോൺ സിമ്പിൾസ്, ക്രോൺ കമാൻഡ്സ് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള ഒരു കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ആ ഒരു വെബ്സൈറ്റിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വെബ്സൈറ്റ് റെഫറൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ക്രോൺ ടാബ് എന്ന് പറയുന്ന ഈ കമാൻഡ് ഈ ഒരു യൂസർ കമാൻഡാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മാൻ പേജസ് യൂസ് ചെയ്യുക. മാൻ ക്രോൺ ടാബ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റിയത് സെക്ഷൻ 1-ലാണ്. അതുകൊണ്ട് എല്ലാ ലിനക്സിനകത്തുള്ള എല്ലാ യൂസേഴ്സിനും ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് എക്സിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് നിങ്ങൾ ക്രോൺ ടാബ് എന്ന് പറയുന്ന ഒരു ഫയലിനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രോൺ ടാബ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഓപ്ഷൻ കൊടുക്കണം. ക്രോൺ ടാബ് -E എന്ന് പറയുന്നത് എഡിറ്റ് എന്നാണ്. ഓക്കെ, ക്രോൺ ടാബ് -E എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഞാൻ ഈ കമാൻഡ് പ്രീവിയസ്ലി റൺ ചെയ്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഡീഫോൾട്ട് എഡിറ്ററിൽ ക്രോൺ ടാബ് എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഓപ്പൺ ആയി വന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു കമാൻഡ് റൺ ചെയ്യുന്നതെങ്കിൽ പ്രോംപ്റ്റ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏത് എഡിറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഫയൽ എഡിറ്റ് ചെയ്യണമെന്ന് നിങ്ങളടുത്ത് ചോദിക്കും. അതായത് ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ബൈ ഡീഫോൾട്ട് എല്ലാ സിസ്റ്റത്തിലും നാനോ ഉണ്ടാവും. എനിക്കാണെങ്കിൽ വിമ്മിൻ്റെ മിനിയും ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ 3 ഓപ്ഷൻസും ഉണ്ടായിരുന്നു. അതായത് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് നാനോ, സെക്കൻഡ് വിമ്മ് മിനി. ഓക്കെ, അപ്പോൾ എനിക്ക് സെക്കൻഡ് ഓപ്ഷൻ, അപ്പോൾ ഞാൻ നമ്പർ 2 അടിക്കുമ്പോഴത്തേക്കും, അതായത് ആ ഒരു എഡിറ്ററിൻ്റെ അടുത്ത് കിടക്കുന്ന ഏത് നമ്പറാണ് ആ നമ്പർ കൊടുത്ത് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളെ എഡിറ്ററിൽ ഈ ഒരു ഫയൽ ഓപ്പണായി വരും. ഓക്കെ, ഇതിനകത്ത് ഇത് ഓപ്പണായി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ച് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് നിങ്ങൾ ആൾറെഡി ഫെമിലിയർ അല്ലെങ്കിൽ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് കിടക്കുന്ന ഒരു കമാൻഡാണ്. അതായത് MHDOM MON DOW കമാൻഡ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട്. ഓക്കെ, ഇതിൽ M എന്ന് പറയുന്നത് മിനിറ്റ്സും, H എന്ന് പറയുന്നത് അവേഴ്സും, DOM എന്ന് പറയുന്നത് ഡേ ഓഫ് മന്തും, MON എന്ന് പറയുന്നത് മന്തും, DOW എന്ന് പറയുന്നത് ഡേ ഓഫ് വീക്ക് എന്നാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഏത് കമാൻഡാണോ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കമാൻഡ് ഈ ഒരു സെക്ഷനിൽ കൊടുക്കുക. അത് ബേസിക്കലി ഇതാണ് നമ്മൾ ക്രോൺ ജോബിൻ്റെ ഫോർമാറ്റ്. അതായത് നമ്മൾ കമാൻഡിൻ്റെ ഫോർമാറ്റ് പഠിച്ചില്ലേ? അതായത് കമാൻഡ്, അതിൻ്റെ പാരാമീറ്റേഴ്സ്, പിന്നെ ഇൻപുട്സ്, അങ്ങനെ പഠിച്ചിട്ടില്ലേ? അതേപോലെ ക്രോൺ ജോബ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോർമാറ്റാണ് ഈ ലാസ്റ്റ് സെക്ഷനിൽ കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും 11:59 ആകുമ്പോഴത്തേക്കും ഒരു കമാൻഡ് റൺ ചെയ്യണം എല്ലാ ദിവസവും. അപ്പോൾ ഞാനിവിടെ 11:50, ഇതിൽ അവേഴ്സ് എന്ന് പറയുന്നത് 24 അവർ ഫോർമാറ്റിലാണ്. സോ അത് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ 59, അതായത് 11:59 എനിക്ക് കമാൻഡ് റൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ 23 കൊടുക്കുക, അവേഴ്സിൻ്റെ അവിടെ 23. ഡേ ഓഫ് മന്ത് എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും റൺ ചെയ്യണം. അപ്പോൾ എല്ലാ ദിവസവും റൺ ചെയ്യണമെങ്കിൽ എനിക്ക് സ്റ്റാർ കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ഡേയിൽ മാത്രം, അതായത് നിങ്ങൾക്ക് 30 ദിവസമുള്ളൊരു മാസമാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 5-ാമത്തെ ദിവസം മാത്രമേ ഇത് കമാൻഡ് റൺ ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ 5 കൊടുക്കുക. ഓക്കെ, എനിക്ക് എല്ലാ ദിവസവും റൺ ചെയ്യണം, അതുകൊണ്ട് ഞാൻ സ്റ്റാർ കൊടുക്കും. ഓക്കെ, അത് പിന്നെ മന്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സ്പെസിഫിക് മന്ത് ഉണ്ടെങ്കിൽ, അതായത് ജാനുവരി എന്ന് പറയുന്നത് നമ്പർ 1 ആണ്, അതേപോലെ ഡിസംബർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മാസത്തിൽ മാത്രം ഈ കമാൻഡ് റൺ ചെയ്താൽ മതിയെങ്കിൽ ആ കമാൻഡ് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 കൊടുത്തു കഴിഞ്ഞാൽ മാർച്ചിൽ മാത്രമേ റൺ ചെയ്യത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഞാനിവിടെ എല്ലാ മാസവും റൺ ചെയ്യുന്നു. അതേപോലെ ഡേ ഓഫ് വീക്ക് എന്ന് പറയുന്നത്, അതായത് ഇവിടെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സൺഡേ എന്ന് പറയുന്നത് നമ്പർ 0-യും സാറ്റർഡേ എന്ന് പറയുന്നത് നമ്പർ 6-ഉം ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ബാക്കിയുള്ള വീക്ക് ഡേയ്സിൻ്റെയും നമ്പർ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. സൺഡേ എന്ന് പറയുന്നത് 0, മൺഡേ എന്ന് പറയുന്നത് 1, അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് നമ്പർ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ, ഇപ്പോൾ സാറ്റർഡേ ആണ് കൊടുക്കണമെങ്കിൽ SAT എന്ന് കൊടുക്കുക. ഓക്കെ, അത് ആദ്യത്തെ 3 ലെറ്റേഴ്സ്. ഓക്കെ, ഞാനിത് കൊടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് സ്റ്റാർ കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് ഏത് കമാൻഡാണോ റൺ ചെയ്യേണ്ടത് ആ കമാൻഡ് ഇവിടെ കൊടുക്കുക. ഞാനിപ്പോൾ എക്കോ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുന്നു. ഹലോ ഫ്രം ക്രോൺ എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിട്ട് അതിനെ ഞാൻ അപ്പൻഡ് മോഡിൽ അതിൻ്റെ ഔട്ട്പുട്ട് അവിടെ ഒരു ഫയലിലേക്ക് സ്ട്രീം ചെയ്യും. ഡെസ്ക്ടോപ്പ് /cron എക്സ്റ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, cron.txt.
ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും 11:59 ആകുമ്പോഴത്തേക്കും എക്കോ ഹലോ ഫ്രം ക്രോൺ എന്ന് പറയുന്ന കമാൻഡ് റൺ ചെയ്യുകയും ആ കമാൻഡിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിനകത്ത് cron.txt ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ ഔട്ട്പുട്ട് സ്ട്രീം റീഡയറക്റ്റ് ചെയ്ത് നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമാൻഡ് എല്ലാ ദിവസവും 11:59 റൺ ചെയ്യും. ഇങ്ങനെയാണ് നിങ്ങൾ ബേസിക്കലി ക്രോൺ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട കസ്റ്റമായിട്ട് നമ്മൾ ബാഷ് സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു കമാൻഡ് നമ്മൾ കസ്റ്റം രീതിയിൽ ക്രിയേറ്റ് ചെയ്തതായി നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ആ കമാൻഡ് ബേസിക്കലി നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ പാത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കമാൻഡിൻ്റെ പേര് മാത്രം ഇവിടെ പറഞ്ഞു കൊടുത്താൽ മതി. പാത്ത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ബാഷ് സ്പേസ് ആ ബൈനറി കിടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ബാഷ് സ്ക്രിപ്റ്റ് കിടക്കുന്ന ലൊക്കേഷൻ കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പീരിയോഡിക്കലായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്ത ടൈം പീരീഡിൽ ഈ ആ ബാഷ് സ്ക്രിപ്റ്റ് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇതാണ് ബേസിക്കലി എന്താണ് ക്രോൺ ജോബ്സ്. ഓക്കെ, ഇങ്ങനെയാണ് ബേസിക്കലി ക്രോൺ ജോബ്സിൻ്റെ സിൻടാക്സ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാ ദിവസവും 11:59 വരെ വെയിറ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ എല്ലാ അവറിലും റൺ ചെയ്യാം. അതേപോലെ ഇതിന് കുറേ ഫോർമാറ്റുകളുണ്ട് കേട്ടോ. അതായത് പല ടൈം പീരീഡ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരുമല്ലോ. നിങ്ങൾ പല പീരിയഡ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ലൈക്ക് ഫോർ എവറി 5 minutes നിങ്ങൾക്ക് റൺ ചെയ്യേണ്ടി വരും, എവറി 15 minutes റൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ മിനിറ്റ് റൺ ചെയ്യണം. അപ്പം $* കൊടുത്തിട്ട് / എല്ലാ മിനിറ്റ് ഞാൻ റൺ ചെയ്യണം. ഓക്കെ, ഞാനിതൊന്ന് സേവ് ചെയ്യണം. ഓക്കെ, നമുക്കിനി വെയിറ്റ് ചെയ്യാം, കുറച്ച് സമയത്തേക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡെസ്ക്ടോപ്പിലൊന്ന് പോയി നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും. cron.txt എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ടെയിൽ കമാൻഡ് ഒന്ന് യൂസ് ചെയ്യാം. കാരണം ഈ ഫയൽ ആൾറെഡി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയില്ല. tail-2 അല്ലെങ്കിൽ നമുക്ക് tail-n ഒരു 5 lines കൊടുക്കാം. -f cron.txt. ഓക്കെ, ടെയിൽ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്ന് ലൈവായിട്ട് അറിയാം. ബേസിക്കലി tail-n എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 5 lines കാണിക്കുക, -f എന്ന് പറയുന്നത് ഫോളോ ചെയ്യുക, cron.txt. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്ത മിനിറ്റ് ആയപ്പോഴത്തേക്കും രണ്ടാമത്തെ പ്രാവശ്യം ഹലോ ഫ്രം ക്രോൺ റൈറ്റ് ചെയ്തു. അപ്പോൾ ആൾറെഡി 2 minutes കഴിഞ്ഞു. അതുകൊണ്ടാണ് 2 തവണ പ്രിൻ്റ് ചെയ്ത് കാണിച്ചത്. നിങ്ങൾക്ക് കാണാൻ കഴിയും 3 minute ആൾറെഡി കഴിഞ്ഞു. 3 തവണ അത് പ്രിൻ്റ് ചെയ്തും കാണിച്ചു. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഡൗട്ട് വരാം. കാരണം എനിക്കിപ്പോൾ 5 സെക്കൻഡ് എല്ലാ 5 സെക്കൻഡിൽ എനിക്ക് റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, അതിന് വേണ്ടിയിട്ട് ക്രോൺ ടാബ്സിനകത്ത് അതിന് വേണ്ടിയിട്ട് ഉള്ള അതായത് സെക്കൻഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഷെഡ്യൂളിങ് പോസിബിൾ അല്ല. അതിനുവേണ്ടി തേർഡ് പാർട്ടി ലൈബ്രറീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു വർക്ക് അറൗണ്ട് ഉണ്ട്. അതായത് ബാഷ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്കത് സ്ലീപ്പ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഡയറക്റ്റ്ലി നിങ്ങൾക്കത് പറ്റത്തില്ല. ഓക്കെ, അതിനുവേണ്ടി തേർഡ് പാർട്ടി ലൈബ്രറീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് വെച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്രോൺ ജോബ്സിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. Definitely I will get back. Thank you for watching. Take care. Bye.